നമസ്കാര സുഹൃത്തുക്കളെ, വൺസ് അഗൈൻ വെൽക്കം ടു മാജിക് മഷ്റൂം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശ്രീ സീതി ഹാജി അവറുകളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, സീതി ഹാജി എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന വാഗ്മിയും ഒരു നിയമസഭാ മെമ്പറുമായിരുന്നു എന്നുള്ളതും മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു എന്നുള്ളതും. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക്, ഞാനടക്കമുള്ള ഇങ്ങോട്ടുള്ള തലമുറകളിലടക്കം സീതി ഹാജി വളരെ നർമ്മ ചാതുര്യമുള്ള മനുഷ്യനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ തമാശകളും അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കഥകളാണ് ഇന്ന് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ കേട്ടുവരുന്നത്. സീതി ഹാജി കഥകളെന്നും പറഞ്ഞു, മറ്റേ പണ്ട് തെന്നാലിരാമൻ കഥകളും ടിൻഡുമോൻ കഥകളെന്നൊക്കെ പറയുന്നത് പോലെ ഈ സീതി ഹാജി കഥകൾ ഇന്ന് വളരെയേറെ പ്രസിദ്ധമാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക്. പക്ഷെ സീതി ഹാജി ആരാണെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൃത്യമായിട്ട് അവർക്ക് അറിയില്ല. കാര്യം, പിന്നെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ 5, 6, 7, 8, 9 ഈ 5 നിയമസഭകളിലും മെമ്പറായിരുന്നു, അസംബ്ലി മെമ്പറായിരുന്ന വ്യക്തിയാണ് സീതി ഹാജി എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ 91-ലാണെന്ന് തോന്നുന്നു കർണാടക മന്ത്രിസഭയിൽ ചീഫ് വിപ്പ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം സ്വതവേ മറ്റേ സമാജികര കണക്കല്ല, അദ്ദേഹവും ഈ കനാനൊക്കെ വളരെ നല്ല നർമ്മത്തിൽ ചാലിച്ച സംഭാഷണങ്ങളും എല്ലാത്തിലും ഹാസ്യം കണ്ടെത്തുന്നത് അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന കഥകളിൽ പല കഥകളും വളരെ ശുദ്ധമായതും നിഷ്കളങ്കവുമായ കഥകളുണ്ട്, ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള കഥകളുണ്ട്, ലേശം അശ്ലീലം കലർന്ന് സഭ്യവും അസഭ്യവുമായിട്ടുള്ള കഥകളുണ്ട്. ഇതിൽ ഏറിയ പങ്കും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ പാണന്മാര് വഴി നടന്ന് തലമുറകൾ കൈമാറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് കഥകൾക്കും ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അത് ഇന്ന ആളുടെ ആണ്, സീതി ഹാജിയുടെ ആണെന്ന് പറഞ്ഞു. എന്തായാലും നമ്മളിപ്പോ സീതി ഹാജിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, സീതി ഹാജി ഒരു ഇലക്ഷന് ജയിച്ചപ്പോൾ ലീഗുകാരിങ്ങനെ വിളിച്ചുകൊണ്ട് പോയെന്ന്, ലീഗിന്റെ ഓഫീസിന്റെ മുമ്പിൽ കൂടെ സീതി ഹാജിക്ക് പൂച്ചണ്ടെന്നും പറഞ്ഞു. അപ്പൊ സീതി ഹാജി ഇത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സീതി ഹാജി പറയുന്നത്, സീതി ഹാജിക്ക് പൂച്ച മാത്രമല്ല, സീതി ഹാജിക്ക് ആനയുണ്ടെന്ന് വിളിക്കണമെന്ന്. അപ്പൊ മറ്റൊരു കഥയില് ഇടുക്കി ഡാം കാണാൻ പോയ കഥയുണ്ട്. അപ്പൊ കൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അപ്പൊ ഡാമിന്റെ ഉദ്യോഗസ്ഥര് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ വെള്ളം ഇവിടെ ഒഴുകി വരും, അപ്പൊ ഡാമിൽ അണ കെട്ടിയേക്കുന്നതുകൊണ്ട് വെള്ളം അവിടെ നിറഞ്ഞു നിൽക്കും. ഡാം തുറന്നു വിടുന്ന സമയത്ത് വെള്ളം മുകളിൽ നിന്ന് വന്ന് താഴെ വന്ന് വീണ് ടർബൈൻ കറങ്ങി വൈദ്യുതി ഉത്പാദിപ്പിക്കും. അതിനുശേഷം ബാക്കി വെള്ളം കൃഷിക്കായിട്ട് വിട്ടുകൊടുക്കും എന്ന് പറയുന്നു. അപ്പൊ സീതി ഹാജി പറയുന്നത്, അതൊന്നും പറ്റത്തില്ല, നിങ്ങള് ഈ വെള്ളത്തിന്റെ സത്ത് മുഴുവൻ ഊറ്റിയെടുത്തിട്ട് ബാക്കിയുള്ളതാണ് കൃഷിക്ക് കൊടുക്കുന്നത്, അതൊന്നും പറ്റത്തില്ല, കറണ്ട് എടുക്കാതെ വെള്ളവും കൊടുത്താൽ മതി വെച്ച് സീതി ഹാജി ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഒരു വാർത്തയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞതിനകത്ത് തെറ്റുപറ്റി, ഇംഗ്ലീഷ് പുള്ളി അത്ര നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല. അപ്പൊ എം വി രാഘവൻ പറഞ്ഞു, ഇവര് അടുത്ത സുഹൃത്തുക്കളാണ് എം വി രാഘവനും സീതി ഹാജിയും. അപ്പൊ ഈ ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ സീതി ഹാജി പറഞ്ഞു, അതിപ്പോ ഞാനും ഈ കേനാനും ഒക്കെ 4ാം ക്ലാസ് ഗുസ്തിയൊക്കെ ഉള്ളു, ഞങ്ങൾ ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ കേനാർ എഴുന്നേറ്റ് ചോദിച്ചത്, 4ാം ക്ലാസ്, എന്റെ ഇംഗ്ലീഷ് എനിക്ക് കേൾക്കണമെന്നും പറഞ്ഞ് ഇംഗ്ലീഷിൽ അലക്കം കലക്കി. അപ്പൊ സംസാരിച്ച് കയറുന്നു. സീതി ഹാജി എഴുന്നേറ്റിട്ട് സ്പീക്കർ എടുത്ത് പറഞ്ഞു, സാർ, മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്ര കൊണ്ടൊന്നുമല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ, ഇതേ കണക്കുള്ള ഇംഗ്ലീഷ് കേട്ടിട്ടാ അവര് വലിഞ്ഞു കളഞ്ഞ രായ്ക്ക് രാമാനം. സീതി ഹാജി മരത്തിന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആ ഭാഗത്തുള്ളവരെല്ലാം അങ്ങനെ തടിമില്ലും ഇച്ചിരി കാശുകാരെല്ലാം അതാണല്ലോ. അപ്പൊ കേരളത്തിലെ 80കളിലൊരു വൻ വരൾച്ചയും ജലദൗർലഭ്യവും ഒക്കെ ഉണ്ടായ സുഗതകുമാരി ടീച്ചറുടെ നേതൃത്വത്തില് അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും വനനശീകരണത്തിനെതിരെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. നിയമസഭയുടെ മുമ്പിൽ സമരമായി. അപ്പോ സുഗതകുമാരി ടീച്ചർ പത്രക്കാരെടുത്ത് പറഞ്ഞതാണ്, സീതി ഹാജി അടക്കമുള്ളവരൊക്കെ മരം മുറിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മഴ പെയ്യാത്തത്,
അപ്പൊ അകത്ത് സംസാരമായി. സീതിയാജി എടുത്ത് പിന്നെ മറ്റ് സാമാജികർ പറഞ്ഞ് താങ്കളടക്കമുള്ളവർ മരം മുറിക്കുന്നതുകൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന് പറയുന്നു. അപ്പൊ മരം മുറിക്കുന്ന ഏരിയയിലെങ്ങും മഴ കിട്ടത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ സീതിയാജി ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ അറബിക്കടലിന്റെ നടുക്ക് മഴ പെയ്യുന്നത് അവിടെ ആര് മരം നട്ടട്ടെ? പത്രക്കാര് വലിയപ്പോ വിഷയമാക്കി മരം മുറിപ്പിനെ കുറിച്ച്. ഇത് കണക്ക് സീതിയാജി ഇങ്ങനെ പറഞ്ഞു, അറബിക്കടലിൽ മഴ പെയ്യുന്ന മരം ആര് നട്ടട്ടാണ്. അപ്പൊ ഏതോ 2 പത്രക്കാര് അത് വലിയ വിഷയത്തിൽ എത്തിച്ചേർന്നായിരുന്നു. 2 പത്രക്കാര് സീതിയാജിയുടെ അവിടെ തടിമില്ലില് മുറിച്ചിട്ടിരുന്ന മരങ്ങളുടെ ഫോട്ടോ എടുത്തു. അപ്പൊ ഇത് സീതിയാജിയെ കണ്ട് ചോദിച്ചത്, ആരാടാ ഇത് പിന്നെ ഫോട്ടോ എടുത്ത്? അത് ഞങ്ങളാ എടുത്തത്. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക, അത് മുറിച്ചിട്ടേക്കുന്നുണ്ട്, ഞങ്ങൾ ഫോട്ടോ എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇതും മുറിച്ചിട്ടേക്കാടാന്ന് പറഞ്ഞ് ഓക്കി കാണിച്ചു കൊടുക്കുന്ന പറയുന്നത്. ഈ കാണിച്ചതും ആരാണ്ടൊക്കെ അവര് ഫോട്ടോയും എടുത്ത്. ഇതൊക്കെ കഥകളാണ്. അവസാനം എന്നെ തല്ലി കൊല്ലാനായിട്ട് വരല്ലേ. എനിക്ക് കെ കരുണാകരൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ അന്ന് കോൺഗ്രസ്സയിൽ ഇങ്ങനെ പോവുകയാണ്. കോൺഗ്രസ് ബാക്കിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇന്നത്തെ കണക്ക് ഒരുപാട് വാഹനങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പൊ പിന്നെ റോഡില് വല്ലപ്പോഴും വാഹനങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പൊ പാളയത്തുനിന്ന് ഇങ്ങനെ സ്റ്റാച്യു വഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പുറകെ ഒരു ശബ്ദം ബൈക്കിന്റെ ഏരമ്പി പാഞ്ഞിന്റെ ചെത്ത് പിള്ളേർ വരുന്നതാണത് വരുന്നു. എന്നാ നോക്കിയപ്പോ പുകയും പൊടിയും ഒക്കെ പറത്തിക്കൊണ്ട് യമായിക്കകത്ത് സീതിയാജി ഇങ്ങനെ പറന്നു പോകുന്നത്. അപ്പൊ കെ കരുണാകരൻ ഞെട്ടി ഇങ്ങനെ നോക്കിയപ്പോ സീതിയാജി ചോദിച്ചു, നീ കാറൊക്കെ ഓടിക്കാൻ അറിയാനുള്ള ഇതെങ്ങനെയുള്ള വണ്ടിയെന്ന് അറിഞ്ഞൂടെ എന്ന് ചോദിച്ച് കയറി അങ്ങ് പോയി. പറഞ്ഞു തീർന്നതും കെ കരുണാകരൻ കൈയെടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് പുള്ളി കയറി അങ്ങ് പോയി കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ഇങ്ങനെ മുമ്പോട്ട് വന്ന് സൂവിന്റെ അടുത്തൊക്കെ എത്തി കറങ്ങാനായിട്ട് പോയപ്പോഴത്തേക്ക് ബേക്കറിയിലോട്ട് പോകാനായിട്ട് പോയപ്പോ വീണ്ടും പുറകെ സൗണ്ട്. അപ്പൊ ഇങ്ങനെ ചുറ്റി കിടക്കല്ലേ നിയമസഭ. അപ്പൊ വീണ്ടും പുറകെ ശബ്ദം, വീണ്ടും പുകയും പൊടിയും ഒക്കെ ആയിട്ട് സീതിയാജി വരുന്നു. സീതിയാജി കാറിലോട്ട് നോക്കുന്നു. ഈ കാറൊക്കെ ഓടിക്കാൻ അറിയാനുള്ള ഇത് ഓടിക്കാൻ അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചോണ്ട് പറന്ന് കയറി പോകുന്നു. അപ്പൊ കെ കരുണാകരൻ പറയുന്നത്, ഇങ്ങനെ ഈ പ്രായത്തില് ഇത്രയും ബലസ് കാണല്ലേ, കൊച്ചു പിള്ളേരാണ്. പറഞ്ഞു തീർന്നു. പടപടവും ഇങ്ങനെ കാറ് നിർത്തി തവിട് ഓടിയെന്ന് പറയുന്നതാണ്. അവസാനം പൊക്കി എടുത്തപ്പോ സീതിയാജി ചോദിച്ചത്, ഞാൻ അന്നേരം തൊട്ട് ചോദിക്കുന്നില്ലേ, കാറെ ഓടിക്കാൻ അറിയാനുള്ള ഇത് ഓടിക്കാൻ അറിഞ്ഞൂടെ, ഇതിന്റെ ബ്രേക്ക് എവിടാന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഇത് എവിടുന്ന് കിട്ടി? അതാ നമ്മുടെ ബന്ധുക്കൾ ആരാണ്ട് കാണാൻ വന്നപ്പം അതിലാ വന്നത്. അങ്ങനെ ഒന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കിയത്, ഇതിന്റെ ബ്രേക്ക് എവിടാന്ന് അറിയാൻ വയ്യാതായിപ്പോയെന്ന്. ആശുപത്രിയില് അന്ന് ബെഞ്ചാണല്ലോ ഇടുന്നത്. ബെഞ്ച് പിന്നെ ഒറ്റക്കാലുള്ള ബെഞ്ചും 2 കാലുള്ള ബെഞ്ചും അങ്ങനെ ഒരാൾ എണീറ്റ മറ്റേ അറ്റം പൊങ്ങും. അപ്പൊ ചെന്നപ്പോ ഒരു ബെഞ്ചിനകത്ത് നിന്നൊക്കെ കാണാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്ത്രീ ഇരിക്കുന്നു. അപ്പൊ പിന്നെ സീതിയാജി കുറച്ച് ദൂരോട്ട് ബെഞ്ചിന്റെ അങ്ങേ തലക്കിലോട്ടിരുന്നു. അപ്പൊ ഈ സീതിയാജി ഇങ്ങനെ നോക്കി. സീതിയാജി പുള്ളിയുടെ കാര്യം നോക്കിയിരിക്കും. വീണ്ടും ഈ സ്ത്രീ ഇങ്ങനെ നോക്കി. സീതിയാജി ചോദിച്ചു, എന്താന്ന് ചോദിച്ചാൽ സ്ത്രീ പറഞ്ഞ്, പൊങ്ങുമ്പം പറയണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബെഞ്ച് പൊങ്ങുമ്പോ പറയണെന്ന് അവർ ഉദ്ദേശിച്ച എഴുന്നേൽക്കുമ്പോ അല്ലെങ്കിൽ ബെഞ്ചും അറിയും അവരും വീഴും. പൊങ്ങുമ്പം പറയണെന്ന് പറഞ്ഞപ്പോ സീതിയാജി പറഞ്ഞു, ഇനിയിപ്പൊ പറയാനൊന്നുമില്ല, എന്നെ കണ്ടപ്പോഴേ പൊങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാണെങ്കിൽ അങ്ങനെയും കഥകൾ പറയുന്നുണ്ട്. സീതിയാജി ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പൊ 2 പേരുടെ സീറ്റാ KSRTC. അതിലൊന്നിലിരിക്കുന്നു, ഒന്നില് ഒരു അമ്മയും കൈക്കുഞ്ഞും കൂടി ഇരിക്കുന്നു. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഈ കുട്ടികൾക്ക് വിശന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ കുട്ടിക്ക് പാല് കൊടുക്കും. അത് വലിയ മാതൃത്വത്തിന്റെ ഭാഗമല്ല. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും തെറ്റൊന്നുമില്ല. ഇപ്പോഴുള്ളവർക്കല്ലേ അതൊക്കെ ഒരു ലജ്ജയൊക്കെ ഉള്ളു. അപ്പൊ അങ്ങനെ കുട്ടി കരഞ്ഞു. പിന്നെ ഈ അമ്മ പാല് കൊടുത്തോണ്ടിരുന്നു. അപ്പൊ സീതിയാജി നോക്കിയപ്പോ ഈ വണ്ടി ഓടുന്ന കാറ്റത്ത് അമ്മയും ഉറങ്ങി, കുഞ്ഞ് ഉറങ്ങി ഈ നിപ്പിള് കുഞ്ഞിന്റെ വായിൽ ഞങ്ങൾ പുറത്തു പോയി. അപ്പൊ കുഞ്ഞ് അവിടെ കിടന്ന് ഇങ്ങനെ തപ്പുക കൈ കൊണ്ടിട്ട്. ഇത് പിടി കിട്ടുന്നില്ല.
അപ്പൊ ഛേദമില്ലാത്തൊരു ഉപകാരമല്ല എന്ന് വിചാരിച്ചു ഏത് ഒരു കൈ കൊണ്ടോ അതൊക്കെ ഈ പാച്ചി പിടിച്ച് കൊച്ചിന്റെ വായിലോട്ട് വെച്ചു കൊടുത്ത്. പിന്നെ ഒന്നും പറയണ്ട, ഒരു ബഹളവും പുകിലും അടിയും ബഹളവും ഒക്കെ ആയി. അങ്ങനെ എന്താ കാര്യം എന്ന് ആൾക്കാര് ബസ്സിലെ യാത്രക്കാരെല്ലാം കൂടിയപ്പോ ഇങ്ങനെ എന്റെ പാച്ചി കയറി പിടിച്ചതാ. അവസാനം എന്തിനു പറയുന്നു, പുള്ളി പറഞ്ഞു ഇന്നാണ് കൊച്ചു കരഞ്ഞപ്പോ ഞാൻ ഒരു ഉപകാരം ചെയ്തതാണ്. പിന്നെ വണ്ടി മുമ്പോട്ട് പോയപ്പോ ശരിയായി പറയുന്നു, ഇതാ പറയുന്നത് ഇന്നത്തെ കാലത്ത് കൊച്ചുങ്ങൾക്ക് പോലും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. കഥകളി ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് പറയാൻ. പക്ഷെ പറയാൻ എനിക്കൊരു ഭയകാര്യം, ലീഗുകാരെല്ലാം കൂടെ ചിലപ്പോ തല്ലി കൊന്നെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.